വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 എക്സാംസ് ലാംഗ്വേജ് ഇരുന്നല്ലോ. അപ്പം ഇംഗ്ലീഷ് ആൻഡ് മലയാളം എങ്ങനെ ഉണ്ടാകുന്നത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ്. അപ്പം ആദ്യം നമുക്ക് നോക്കാം ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം. അപ്പം എങ്ങനെ ടൈമൊക്കെ റെഡി ആയിരുന്നോ? അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം എന്താ അറിയില്ല, ഇംഗ്ലീഷിലും മലയാളം കറക്റ്റ് സമയത്തിന് എഴുതി കഴിയാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷിൽ പേപ്പർ നല്ല സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ തന്നെ നമുക്ക് അത്യാവശ്യം എഴുതാൻ പറ്റും. ഞാൻ പഠിക്കാതെ പോയതായിരുന്നു, ഒരു കുറച്ച് മാത്രം സമ്മറി ഒക്കെ നോക്കി വെച്ചിട്ട്, പക്ഷേ നന്നായിട്ട് എഴുതാൻ പറ്റി ആക്ടിവിറ്റീസൊക്കെ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോയറ്റും ഉണ്ട്, പക്ഷേ ഞാൻ പോയം എന്ന് മാത്രമേ എക്സാം ഹാളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പോയറ്റിൻ്റെ പേര് എഴുതാൻ പറ്റിയില്ല. പിന്നെ ചെറിയ ഗ്രാമറിലൊക്കെ മാർക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയിലൊക്കെ കുഴപ്പമില്ല. ആദ്യം ടഫൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഈ ഒരു പ്രാവശ്യം. അപ്പോൾ എല്ലാതും കുറച്ച് ടഫാക്കിയുണ്ട്, പക്ഷേ ഇംഗ്ലീഷും മലയാളം അത്ര വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം ലാംഗ്വേജ്. ഇന്നിപ്പോൾ ലാസ്റ്റ് എക്സാം ആയിരുന്നു, മലയാളമാണ് കേട്ടോ. അപ്പോൾ മലയാളം കുഴപ്പമൊന്നുമില്ല. പക്ഷേ സംഭവം എന്താ വെച്ചാൽ അതിലിങ്ങനെ 1 വേർഡിൻ്റെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കുറച്ച് ചെറിയ രീതിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ. നമുക്ക് 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്ടാകുമ്പം കുറച്ച് മീനിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുക. അപ്പം അതൊക്കെ കുറച്ച് കഷ്ടപ്പാട്. പിന്നെ ഇന്നിപ്പം ഒരു പോയത്തിൻ്റെ ഇടയിൽ 2-3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ടായിരുന്നു. അപ്പം അതും കുറച്ചൊരു ടഫായി തോന്നി. അതായിരുന്നു കുറച്ചൊന്ന് തോന്നി, കാരണം അത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ആശയം എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാവണില്ലായിരുന്നു. അപ്പോൾ അത് മാത്രം കുഴപ്പമുള്ളൂ. പക്ഷേ മലയാളം ബാക്കി നോക്കുമ്പം കുഴപ്പമില്ല, എഴുതാൻ പറ്റും. പക്ഷേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എഴുതാൻ ഭയങ്കര മടിയാണ്, മലയാളം പ്രത്യേകിച്ചിട്ട്. നമുക്ക് അടുത്ത എക്സാമിന് റെഡിയാക്കാം അങ്ങനെ മൈൻഡ് സെറ്റാട്ടെ. എഴുതാതിരിക്കുമ്പം ഭയങ്കര മടി, കുറച്ച് എഴുതിയാൽ മതി അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലിപ്പം 6 മാർക്കിന് 8 മാർക്കിന് അത്ര വലിയ കണ്ടൻറ്റാക്കി എഴുതിയിട്ടില്ല, എന്നാലും അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അങ്ങനെ ഒരു അത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾ അവസാനിച്ചിരിക്കുന്നു. അത്ര വലിയ കുഴപ്പമില്ലാതെ ആണെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞല്ലോ. ഇനിയാണ് നമുക്ക് അടുത്ത പ്രശ്നം, ഇനിയിപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം ഡേയ്സ് എന്നൊക്കെ. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അപ്പം എനിക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതിനൊക്കെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. ഇനിയിപ്പോൾ ഒരു 10 ദിവസം ലീവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ലാസ്റ്റുകൾക്ക് എത്തുമ്പം ജനുവരി മുതൽ പിന്നെ ഫുൾ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളായിരിക്കും. ലാബ്, മോഡൽ, അതുപോലെ പബ്ലിക് എക്സാമൊക്കെ വരുന്നുണ്ടല്ലോ ജനുവരി 22 അല്ലേ. അപ്പം അതൊക്കെ കുറച്ചൊരു പണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പണികളൊക്കെ തീർക്കണം. അപ്പം ഇമ്പ്രൂവ്മെൻറ്റിന് കുറച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആരൊക്കെ എഴുതുന്നുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിനൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ നമ്മളെ മെയിൻ പ്രശ്നങ്ങളാണ് ഈ +2 എത്തുമ്പം റെക്കോർഡൊക്കെ കംപ്ലീഷനായിട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സുവോളജി ബോട്ടണി ഫുൾ കംപ്ലീറ്റ് ചെയ്ത് സീലൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ മാത്സ് ഉണ്ട്, ഫിസിക്സും ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലീവും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇനി എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.